എഡ്വിൻ വൈബ്സിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? ഞാൻ ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ ചക്ക മൂത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഇന്ന് ചേട്ടായുള്ള ദിവസമല്ലായിരുന്നു. ഇപ്പം കയ്യോടെ ഇടിയിക്കുവാണെങ്കിൽ ചക്കപ്പുഴുക്ക് തിന്നാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ചക്ക ഇടാൻ വന്നേക്കും കേട്ടോ. അപ്പം മക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചക്ക ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന സ്ഥലത്തൊന്നും അല്ല കേട്ടോ. ഇത്തിരി മുകളിലായിട്ടാണ് ഞങ്ങൾ തോട്ടിയും ഏണിയും ഒക്കെ ആയിട്ടാട്ടോ വന്നേക്കണേ. അപ്പോൾ ഞാൻ ചേട്ടായിനെ വിളിച്ചുകൊണ്ട് വന്ന ചക്ക ഇടിക്കണേ കേട്ടോ. ഇടാൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. തോട്ടി എത്തിച്ച് നോക്കണ്ട, പക്ഷെ അങ്ങ് എത്തില്ല കേട്ടോ. അതുകൊണ്ട് വലിയ ഉറപ്പൊന്നുമില്ല ചക്ക തിന്നാൻ പറ്റും. ചേട്ടായി മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണതുകൊണ്ടേ അതിൻ്റെ തുടുപ്പ് അങ്ങ് കാണാനും പറ്റണില്ല. അരുവ എങ്ങോട്ടാ ഇരിക്കണേന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ട് തോട്ടിയാണെങ്കിൽ ഇത്തിരി എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നാ ചക്ക തിന്നുണ്ടാന്നങ്ങ് തോന്നിയായിരുന്നു. എന്നാലും ചേട്ടായി എന്നാ ലാസ്റ്റ് ഒന്നോടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേറൊരു മരത്തിലൊക്കെ കയറിയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ചക്ക ഇട്ടത് കേട്ടോ. അപ്പം നമ്മൾ ചക്ക ഇട്ടുതാ. ചേട്ടായി ചക്ക എടുത്തോണ്ട് എൻ്റെ അപ്പോൾ ചക്കയൊക്കെ കൊണ്ടു തന്നതേ അവർ ഉള്ള കൊക്കൊക്കെ പറിക്കാൻ പോയിട്ടോ. അപ്പോൾ ചേട്ടായി പോയപ്പോൾ പപ്പ ഞാനും വരാമെന്ന് പറഞ്ഞ് എഡ്വിന് ഫ്രീ ആയില്ലോ. അപ്പോൾ എഡ്വിനും ചാക്കൊക്കെ എടുത്തോണ്ട് പോയതാ കേട്ടോ പപ്പയുടെ പുറകെ. ചേട്ടായി ഫ്രീ ആണ്, സൺഡേ ആയതുകൊണ്ട് അന്നത്തേക്കാണ് കൊക്കോ പറിക്കലൊക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അന്നേരത്തേക്കും എന്തേ നമ്മുടെ കൊക്കോക്കൊക്കെ അണ്ണാനൊക്കെ തിന്നിട്ടുണ്ട്. ഒത്തിരിയൊന്നും ഇല്ല താനും, എന്നാലും ഉള്ളതൊക്കെ അണ്ണാൻ തീറ്റ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും ഉണ്ടോടാ? ഉണ്ടോ നോക്ക, എവിടെയെങ്കിലും ഉണ്ടോ? ഏതാ? ഇതാ അപ്പോൾ അവർ കൊക്കൊക്കെ പറിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും ചക്ക ഒഴുകണമല്ലോ എന്ന് കരുതി ഞാൻ വേഗം ചക്ക വെട്ടണേ കേട്ടോ. അവർ വന്നപ്പോഴത്തേക്കും ഞാൻ ചക്കയും കിൻ്റെ അടുപ്പേ വെച്ചു. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൊഴുവമീൻ ഇരിക്കണ്ടായിരുന്നു, അതൊന്ന് പീര വയ്ക്കാൻ വേണ്ടി അത് അടുപ്പേ വെച്ചു കേട്ടോ. പുഴുങ്ങിയതിൻ്റെ കുറച്ച് ബാലൻസ് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ചക്ക വറുത്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും ഞാൻ ഇതിനിടയ്ക്കൊന്ന് വറുത്തു കേട്ടോ. അപ്പോൾ ഫുൾ ഇരിക്കണേണ്ട പിള്ളേർ ഒറ്റയടിക്ക് തീർക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെക്കണേ. അപ്പോൾ ഞങ്ങളുടെ ചക്കയും മീൻ പീരയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം പോയി ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.